തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവോയറിൽ 4 പെൺകുട്ടികൾ വീണു. 4 പേരെയും രക്ഷപ്പെടുത്തി. 3 പേരുടെ നില ഗുരുതരമാണ്. പെൺകുട്ടികളുടെ ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കുട്ടികൾ വരുമ്പോൾ തന്നെ ഒരു പൾസ് കിട്ടാത്തൊരു പൊതുസ്ഥിതി ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ വെന്റിലേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. എല്ലാ വിഭാഗം ഡോക്ടർമാരും നോക്കുന്നുണ്ട്. നല്ല ശക്തമായിട്ടുള്ള ജാഗ്രത കാണിക്കുന്നുണ്ട്. പുറത്തുനിന്ന് ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെ കൊണ്ടുവരണോ എന്ന കാര്യം ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ തന്നെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടൊരു പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാകില്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 പേർക്ക് നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ചെറിയ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. എന്നാൽ വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, 3 പേരുടെ ആരോഗ്യനിലയാണ് ഗുരുതരമായി തുടരുന്നത്. ഇവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടോ എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്? പ്രവിധ അല്പം ഗുരുതരമായി തന്നെയാണ് ഇവരുടെ ആരോഗ്യസ്ഥിതി തുടരുന്നതെന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരെ അടക്കം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് എത്തിക്കും. അല്പസമയത്തിനകം ഈ ഡോക്ടർമാരെത്തി കുട്ടിയുടെ നിലവിലത്തെ സ്ഥിതി എന്തെന്ന് പരിശോധിക്കും എന്നുള്ളതാണ് ഒടുവിൽ റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചത്. 4 കുട്ടികളും നിലവിൽ ഈ വെന്റിലേറ്ററിലാണുള്ളത്. അതിൽ 3 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. അലീന, ആൻഗ്രീസ്, അതുപോലെ തന്നെ എറിൻ എന്നിങ്ങനെ 3 കുട്ടികളുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. ഇന്ന് ഈ നിമയുടെ വീടിന് സമീപത്ത് നടന്ന പീച്ചിയിലെ നിമയുടെ വീടിന് സമീപത്ത് നടന്ന പള്ളിപ്പെരുന്നാളിൻ്റെ ഭാഗമായാണ് ഈ കുട്ടികൾ ഇവിടെ എത്തിയത്. ഈ നിമയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് ഇവർ ഈ ഡാമിൻ്റെ റിസർവോയറിൽ കുളിക്കാൻ ഇറങ്ങുന്നത്. അങ്ങനെ ഈ താഴ്ചയിലേക്ക് ഇവർ മുങ്ങി താഴുകയായിരുന്നു. നിമയുടെ ചേച്ചിയാണ് ഈ വിവരം നാട്ടുകാരെ ധരിപ്പിക്കുന്നത്. പക്ഷേ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം അടക്കം നാട്ടുകാർക്ക് പൂർത്തിയാക്കാനായി ഈ നിമയാണ് ആദ്യം രക്ഷിക്കുന്നത്. നിമയ്ക്ക് CPR നൽകുന്നു. നിമയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ആ സമയത്ത് നിമയുടെ ആരോഗ്യസ്ഥിതി ഒരു ആശങ്കപ്പെടുത്തുന്ന തലത്തിലല്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പിന്നീട് ഈ വൈകിയാണ് ഈ 3 പേരെ കണ്ടെടുക്കുന്നത്. പക്ഷേ 15 മിനിറ്റിനകത്ത് തന്നെ ഈ 3 പേരെയും രക്ഷിക്കാനായി ഈ 4 പേർക്കും CPR നൽകിയത് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ ചെറിയ രീതിയിലെങ്കിലും ഇവരുടെ ഈ ആരോഗ്യസ്ഥിതിയിൽ ഒരു മെച്ചപ്പെട്ട നില ഉണ്ടാക്കാൻ സാധിച്ചതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവർ. എന്തായാലും 4 പേരും നിലവിൽ വെന്റിലേറ്ററിലാണ് തുടരുന്നത്. പക്ഷേ ഇതിൽ നിമയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയില്ല. പക്ഷേ ബാക്കി 3 പേരുടെയും ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നവരും. പ്രവിധ, ശ്രീ സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവോയറിൽ 4 പെൺകുട്ടികൾ വീണു. 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്.